നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. കുട്ടനാട്ടിൽ വീണ്ടും സംഘർഷം. എടത്വ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കട നടത്തിയിരുന്ന സഹോദരങ്ങളായ BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇടവഴിയിലും വെള്ളമെത്തുന്ന ഇടവമാസം ഇങ്ങെത്തിയിട്ടും ഈ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായില്ല. യോഗങ്ങളും നിർദ്ദേശങ്ങളും പ്രസ്താവനകളും കൊണ്ട് പകർച്ചവ്യാധികളെ പേടിപ്പിക്കുകയാണ് അധികാരികൾ. കഴിഞ്ഞ വർഷം കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പോക്കറ്റ് മണിയായ 2000 രൂപ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലായി. വില്ലേജ് ഓഫീസിന്റെ പടി കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞത് പാവങ്ങൾക്ക് മിച്ചം. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് വീണ്ടും സംഘർഷം. എടത്വ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കട നടത്തിയിരുന്ന BJP പ്രവർത്തകരായ സഹോദരങ്ങൾക്ക് സംഘർഷത്തിൽ വെട്ടേറ്റു. മാമ്പുഴക്കര നിവാസികളായ സജീവ്, സന്തോഷ് എന്നിവരെയാണ് ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളം മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കച്ചവടവുമായി ബന്ധപ്പെട്ട യാദൃച്ഛികമായി ഉണ്ടായ സംഭവമാണിതെന്നാണ് സ്പെഷ്യൽ സ്ക്വാഡും പോലീസും നൽകുന്ന വിശദീകരണം. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി കുട്ടനാട്ടിൽ നിലനിൽക്കുന്ന CPM അക്രമത്തിന്റെ ഭാഗമാണിതെന്ന് BJP ആരോപിക്കുന്നു. സംഭവത്തിൽ പാർട്ടിക്കോ പ്രവർത്തകർക്കോ യാതൊരു പങ്കുമില്ലെന്നാണ് CPMന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. പകർച്ചവ്യാധികളുടെ പെരുമഴക്കാലം ഇങ്ങെത്തിയിട്ടും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇടവഴിയിലും വെള്ളമെത്തുന്ന ഇടവപ്പാതി ഇങ്ങെത്തിയിട്ടും ഇടപെടാനാവാതെ ഗ്രാമപഞ്ചായത്തുകൾ. ഒരു വർഷം മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നൽകിയ തുക പോലും ഇതുവരെ പല പഞ്ചായത്തുകളും ചിലവഴിച്ചിട്ടില്ല. 33 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് തുക 50% ചിലവഴിച്ചത്. പഞ്ചായത്തുകളുടെ ഈ അനാസ്ഥ നിമിത്തം ഇത്തവണ കിട്ടേണ്ട തുക ഇവർക്ക് ലഭിക്കാനിടയില്ല. ശുചിത്വ മിഷൻ നൽകുന്ന തുകയാണ് ചെലവഴിക്കാതെ കിടക്കുന്നത്. ഓരോ വാർഡിനും 10,000 രൂപ വീതമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ശുചിത്വ മിഷൻ വഴി നൽകുന്നത്. NRHM വഴിയുള്ള 10,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 5,000 രൂപയും ചേർത്ത് 25,000 രൂപ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി ലഭിക്കും. കഴിഞ്ഞ വർഷം ആലപ്പുഴ ജില്ലയിലെ 73 പഞ്ചായത്തുകളിൽ 33 പഞ്ചായത്തുകൾ മാത്രമാണ് തുക ഭാഗികമായെങ്കിലും ചിലവഴിച്ചത്. അതിനാൽ ഇവർക്ക് മാത്രമേ 2013-14 ഫണ്ട് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജലവിഭവം, സാമൂഹ്യനീതി, മൃഗസംരക്ഷണം, കൃഷി, തൊഴിൽ എന്നീ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ഇത്തവണത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശുചിത്വ മിഷൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം എന്നിവ വാർഡ് തലത്തിൽ അനുവദിക്കുന്ന ഫണ്ട് പ്രയോജനപ്രദമായും സമയബന്ധിതമായും വിനിയോഗിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്നാൽ ഇതേ ഓർമ്മപ്പെടുത്തലും നിർദ്ദേശങ്ങളുമൊക്കെ മുൻ വർഷങ്ങളിലും മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്തായി? ഒന്നും നടന്നില്ല. കോളറയും ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയും ജലജന്യ രോഗങ്ങളുമൊക്കെയായി കുട്ടനാട് പകർച്ചവ്യാധികളുടെ പറുദീസയായി മാറിയത് മിച്ചം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ ഏറെ സാധ്യതയുള്ള ആലപ്പുഴ ജില്ലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി ആരംഭിച്ചില്ലെങ്കിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. 2013 തുടർച്ചയായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ അഭയാർത്ഥികൾക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം വെള്ളമിറങ്ങിയ കൂട്ടത്തിൽ ഒലിച്ചുപോയി. കഴിഞ്ഞ വർഷം അടിക്കടി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ച ജനങ്ങൾക്ക് അടിയന്തര ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വാക്കിൽ മാത്രം ഒതുങ്ങി. സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം കുറച്ച് ആൾക്കാർക്ക് മാത്രം സഹായം നൽകി പദ്ധതി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള അടിയന്തര ധനസഹായമായിട്ടാണ് മുഖ്യമന്ത്രി തുക അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ സർവ്വവും നശിച്ചവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം അടുത്ത വെള്ളപ്പൊക്കം പടിവാതിൽക്കൽ എത്തിയിട്ടും വിതരണം ചെയ്തിട്ടില്ല. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ചത് 20.5 കോടി രൂപയായിരുന്നു. കുട്ടനാട്ടിൽ തുടർച്ചയായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 60 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ അനുവദിച്ച തുക വിവിധ വകുപ്പുകൾക്കായി വീതിച്ചു നൽകിയിരുന്നു. അതേസമയം തുക വീതം വയ്ക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂവെന്നും 1 രൂപ പോലും ദുരിതമനുഭവിച്ചവർക്ക് ലഭിച്ചിട്ടില്ല എന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് ആരോപണം. നഷ്ടപരിഹാര തുക അടിയന്തരമായി വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ഇതൊന്നും ഉദ്യോഗസ്ഥർ കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. 20 കോടി 50 ലക്ഷം രൂപയാണ് സർക്കാർ നൽകിയത്. ഇതിൽ കാർഷിക മേഖലയ്ക്ക് 10 കോടി രൂപയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 5 കോടി രൂപയും മത്സ്യബന്ധനം നടത്തുന്നവർക്കും മത്സ്യകൃഷിക്കാർക്കുമായിട്ട് ബാക്കി തുകയുമാണ് നീക്കിവച്ചിരുന്നത്. 2013 ജൂൺ 20 വരെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്കാണ് 2000 രൂപ ധനസഹായമായി പ്രഖ്യാപിച്ചത്. എന്നാൽ 2014 ജൂൺ ആകാറായിട്ടും തുക വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അഴിമതിക്ക് ആരോപണമായ വസ്തുത. കുട്ടനാട്ടിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ കുട്ടനാട് MLA പങ്കെടുക്കാതിരുന്നത് വിഷയത്തെ ലാഘവ ബുദ്ധിയോടെ കണ്ടതുകൊണ്ടാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണിയും തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണനും പറഞ്ഞു.
കുട്ടനാട്ടിലെ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ MLA അദ്ദേഹത്തിന്റെ പ്രതിനിധിയാണ് അയച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഉള്ളപ്പോൾ MLAയുടെ പ്രതിനിധി എന്ന കാരണത്താൽ ജോസ് കാമനാടിനെ മുഖ്യ പ്രഭാഷകനാക്കിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും മോൻസി സോണിയും രാധാകൃഷ്ണനും കൂട്ടിച്ചേർത്തു. യോഗത്തിന് ശേഷം രാമങ്കരിയിൽ KCU വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധത്തെപ്പറ്റി MLA വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആലോചനാ യോഗം. ഈ ആലോചനാ യോഗത്തിൽ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന യോഗത്തിന്റെ ആ ഒരു നടപടിക്രമം അനുസരിച്ചല്ല യോഗം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA യഥാർത്ഥത്തിൽ സ്ഥലത്തില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ MLAയുടെ പ്രതിനിധിയെ വിളിച്ച് സംസാരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അവിടെ ഉണ്ടായിരുന്നു. തകഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗത്തിൽ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് പോലും രണ്ടു വാക്ക് സംസാരിപ്പിക്കാതെ MLAയുടെ പ്രതിനിധിയാണ് വിളിച്ച് സംസാരിപ്പിക്കുവാനായിട്ട് യോഗത്തിന്റെ സംഘാടകര് പരിശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് ഈ അവസരത്തിൽ പ്രതിഷേധിക്കുകയാണ്. സർഗക്ഷേത്ര പ്രൊഫഷണൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ ജീവിതം പ്രഭാഷണ സംവാദ പരമ്പര മെയ് 10 വൈകുന്നേരം 6:30 ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജ് സെമിനാർ ഹാളിൽ നടക്കും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധ്യാപകരെ പാക്കേജിലൂടെ വഞ്ചിച്ചുകൊണ്ട് അധ്യാപകരുടെ ജോലി സുരക്ഷതയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ 522 അധ്യാപകർക്കാണ് ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ ജോലി നഷ്ടപ്പെടുന്നത്. ഈ തസ്തിക നിർണ്ണയിക്കുന്നതോടുകൂടി 522 പേര്. ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെൻറ് മേഖലയിൽ റീട്രഞ്ച് ടീച്ചർ ഉണ്ടാകുന്നു, തസ്തിക നഷ്ടപ്പെട്ടവർ. അത് ആലപ്പുഴ ജില്ലയിൽ LPSAമാർ 65 പേരും UPSAമാർ 75-ഉം HSA കോർ സബ്ജക്റ്റ് 4 പേരും HSA ഹിന്ദി 4 പേരും, അങ്ങനെ 148 പേര് കേരളത്തിൽ ആദ്യമായി ആലപ്പുഴ ജില്ലയിൽ ഗവൺമെൻറ് മേഖലയിൽ റീട്രഞ്ച് ടീച്ചറായി മാറുന്നു. പ്രൈമറി ഹെഡ്മാസ്റ്റർ പ്രൊമോഷൻ അടങ്ങിയ AEIR ഉത്തരവ് റദ്ദ് ചെയ്യുക, സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 ആക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്.
ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളക്ടറേറ്റ് മാർച്ച് സംസ്ഥാന സെക്രട്ടറി കെ.ടി. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MT പ്രസാദ് അറിയിച്ചു. തിലകരാജ്, TS പ്രദീപ് കുമാർ, B സുധീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാട് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം രാമങ്കരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സ്കറിയ അധ്യക്ഷത വഹിച്ചു. രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30 വർഷം രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ കൊറോണ റിപ്പോർട്ട് ചെയ്തെങ്കിൽ കഴിഞ്ഞ വർഷം ഭാഗ്യത്തിന് അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വർഷം പക്ഷേ കുറുകുന്ന് പഞ്ചായത്തിലോ മറ്റോ എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതൊരു പ്രശ്നമാണ്. പരിപൂർണമായി ഈ സാധനത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ എന്ത് പ്രോജക്റ്റാണ് ആസൂത്രണം? രാമങ്കരി എന്നോ കുറുകുന്നെന്നോ ഒക്കെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറയുമ്പോൾ സാങ്കേതികമായി പറയാവുന്നുണ്ടെങ്കിലും പക്ഷേ സത്യത്തിൽ അവിടെ താമസിക്കുന്നതും മനുഷ്യരാണ്, ഇവിടെ താമസിക്കുന്നതും മനുഷ്യരാണ്, കൈനയിൽ താമസിക്കുന്നതും മനുഷ്യരാണ്. കുട്ടനാട്ടിലെ മനുഷ്യർക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്നും മോചനം നേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കണം ഈ വരുന്ന എടുക്കാൻ പോണ പദ്ധതികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ആസൂത്രണം ചെയ്യാൻ പോണ കർമ്മപരിപാടികൾക്ക് മുൻഗണന നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ ഉദ്യോഗസ്ഥർ എല്ലാവരും ജാഗ്രതയിലായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട എല്ലാവരും സഹകരണങ്ങളിൽ നിങ്ങൾക്കുണ്ടാവും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫിയ ബീവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി, കൈനകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സുധിമോൻ, തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രമോദ് ചന്ദ്രൻ, VK വേണുഗോപാൽ, ജോസഫ് ജേക്കോടൻ, ജോസ് കാവനാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം, പുളുകുന്ന് പഞ്ചായത്തുകളിൽ വേനൽ മഴ എത്തിയിട്ടും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. തട്ടാശ്ശേരിയിലും പത്തിൽപ്പാലത്തിന് സമീപവുമുള്ള ടാപ്പിൽ നിന്ന് വല്ലപ്പോഴും ലഭിച്ചിരുന്ന ജലവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കാവാലം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും RO പ്ലാന്റ് സ്ഥാപിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 2011 38.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഫയലിൽ ഒതുങ്ങി. പുളുകുന്ന് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ശുദ്ധജലം ലഭിക്കാതായിട്ട് വർഷങ്ങളായി. ആദ്യമൊക്കെ പൈപ്പ് വെള്ളം ആഴ്ചയിൽ 1-2 തവണ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതുമില്ല. മറ്റു മാർഗ്ഗങ്ങളില്ലാത്തതിനാൽ ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആറ്റിലെയും തോട്ടിലെയും ജലം ഉപയോഗിക്കുവാൻ ഇവർ നിർബന്ധിതരാകുന്നത്. പുളുകുന്ന് പഞ്ചായത്തിൽ സ്ഥാപിച്ച RO പ്ലാന്റുകൾ പ്രവർത്തനരഹിതമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കാവാലം കരിയൂർമംഗലം അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഞായറാഴ്ച ആരംഭിച്ച സപ്താഹം ഈ മാസം 11-ാം തീയതി അമൃത സ്നാനത്തോടുകൂടി സമാപിക്കും. ഇനി ചരമവാർത്തകൾ. മങ്കൊമ്പ് കാക്കളത്തിൽ പുത്തൻപുരയിൽ ഭാരതിയമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മങ്കൊമ്പ് തെക്കേക്കര വിശ്രാന്തി വീട്ടിൽ നളിനി കുമാരൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട്ടിൽ വീണ്ടും സംഘർഷം. എടത്വ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കട നടത്തിയിരുന്ന സഹോദരങ്ങളായ BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇടവഴിയിലും വെള്ളമെത്തുന്ന ഇടവമാസം ഇങ്ങെത്തിയിട്ടും ഈ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായില്ല. യോഗങ്ങളും നിർദ്ദേശങ്ങളും പ്രസ്താവനകളും കൊണ്ട് പകർച്ചവ്യാധികളെ പേടിപ്പിക്കുകയാണ് അധികാരികൾ. കഴിഞ്ഞ വർഷം കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പോക്കറ്റ് മണിയായ 2000 രൂപ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലായി. വില്ലേജ് ഓഫീസിന്റെ പടി കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞത് പാവങ്ങൾക്ക് മിച്ചം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.